എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം പഠിച്ച ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും എന്ന ഗാനത്തിൻ്റെ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും അനുപല്ലവിയുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇതിൻ്റെ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടും ചരണവും സെയിം ബാക്ക്ഗ്രൗണ്ട് തന്നെയും ചരണവും സെയിം സ്വരങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും അനുപല്ലവിയും പഠിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്താൽ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട് ചരണവുമായി, അല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഈ മകുടി പോലത്തെ ഒരു ടോണാണ് വായിച്ചിരിക്കുന്നത്. കാരണം അതിൻ്റെ സിറ്റുവേഷൻ സർപ്പക്കാവിലാണ് ഈ പാട്ടിൻ്റെ സീൻ നടക്കുന്നത്. അപ്പോൾ മകുടിയിൽ ഗ ഗ സ സ നി നി സ സ പ പ സ സ നി നി സ സ ഗ ഗ സ സ നി നി സ സ പ പ സ സ നി നി സ സ എല്ലാം ഇങ്ങനെ ടച്ചിട്ട് വരും. അതുകൊണ്ട് മാമ ഗ ഗ സ സ ഗ ഗ നി നി ഗ ഗ രി രി ഗ ഗ മാമ മാമ ഇവിടെ ടച്ച് വരും. മാമ ഗ ഗ സ സ ഗ ഗ നി നി ഗ ഗ രി രി ഗ ഗ. ചേർത്ത് പറയുമ്പോൾ ഗ ഗ സ സ നി നി സ സ പ പ സ സ നി നി സ സ മാമ ഗ ഗ സ സ ഗ ഗ നി നി ഗ ഗ രി രി ഗ ഗ. ഞാൻ ജസ്റ്റ് ഫ്ലൂട്ടിൽ വായിച്ചു നോക്കാം. അത് കഴിഞ്ഞിട്ട് ഫ്ലൂട്ടിൻ്റെ മ്യൂസിക് വരും. പാസ രിഗരി സരി സാ പാസ രിഗരി സരി സാ. ഒന്നുകൂടെ വായിക്കാം. പിന്നെ റിസസ നിന്നി ദദ പപ് ദപമാ റിസസ നിന്നി ദദ പപ് റിസസ നിന്നി ദദ പപ് ദപമാ പദനിസ പദനിരിസ എന്ന് വരും. പദനിസ നിദനി റിസസ നിന്നി ദദ പദപമാ പദനിസ നിദനി. അപ്പം ഞാൻ ഫുൾ ഫ്ലൂട്ടിൻ്റെ പീസ് മുഴുവൻ പറയാം. പാസ തൊട്ട് വയ്ക്കാം. പാ സരി സനിസ സരി സനിസ സരി സനിസ ടച്ച് വരും. അപ്പോൾ ഫ്ലൂട്ട് പാസാന്ന് വായിക്കുമ്പോൾ വൈബ്രഫോണും ബെല്ലും കൂടി പസാന്ന് വായിക്കാറ്. ഇവിടെ പസ പസ തികരി സരീസ പസ, അവിടെയും പസാന്ന് വൈബ്രഫോണും ബെല്ലും കൂടി വായിക്കും. അപ്പോൾ പസ ടങ് ടങ് തികരി സരീസ ടങ് 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 ഞാൻ പറഞ്ഞത് പസാന്ന് വൈബ്രഫോണും ബെല്ലും. പിന്നെ നിനി ദദ പദമാ പദനി സനിധനി മന്നി മാനി എന്ന് വായിക്കും. വൈബ്രഫോണും ബെല്ലും മാനി നിനി ദദ പദമാ പദനി സനിധനി മന്നി അങ്ങനെ വായിക്കും. അപ്പൊ അങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് ഉടനെ സിത്താർ വരും. സിത്താർ ദ ദ നി സ നി ദ പ മ ദ നി സ നി ദ പ മ പ മ പ ദ പ മ ഗ രി ഗ രി
ma sa ga da ni sa ni da pa ma pa da pa ma ga re ga re 2 3 4 ma 2 3 4 sa 2 3 4 ga 2 3 4 അതിൻ്റെ എൻഡിൽ da ni sa ni da pa ma da pa ma ga re ga ma ga ni sa ni എന്ന് ഫ്ലൂട്ട് അതിൻ്റെ കൂടെ ഒരു സെക്കൻഡ് വോയിസ് വരും ma ga ni sa ni sari ga ma pa da ni sa ni da pa ma da pa ma ga ni sa ni sari ga ma pa എന്ന് ഫ്ലൂട്ട് വരും. അപ്പോൾ സിത്താറിൻ്റെ മുകളിൽ da ni sa ni da pa ma da pa ma ga രി നോക്കിയ ഫ്ലൂട്ട് നീ മാ സരി സാ വായിക്കുമ്പോൾ സിത്താറ് ഫ്ലൂട്ട് ഗാ പാ എന്ന് വരും. അപ്പോൾ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ വന്നത്. ഞാനപ്പോൾ അത് പൂർണ്ണമായിട്ടും ബാക്ക്ഗ്രൗണ്ട് പറയാം. ആദ്യത്തെ മകുടി, പിന്നെ ഫ്ലൂട്ട്, അതിൻ്റെ ഇടയിൽ ബെല്ല് വരും, പിന്നെ സിത്താറും, അവസാനം സിത്താറിൻ്റെ കൂടെ ഫ്ലൂട്ട് ചേർന്ന് 1 2 3 4. അത് കഴിഞ്ഞിട്ട് സിത്താറ്, അങ്ങനെ വരും. അതാണ് എൻ്റെ ഫുൾ ബാക്ക്ഗ്രൗണ്ട്. ഇത് തന്നെയാണ് ഇതിൻ്റെ അടുത്ത ബീജിയം. പിന്നെ അനുബലിയിലേക്ക് പോകുമ്പോൾ ഒഴുകുമീ വെണ്ണില പാലരുവി നിത പമ ഒഴുകുമേ പദ പെണ്ണില പാലരുവി ദാനിരി സസരി നിസ പാലരുവി ദാനിരി സസരി നിസ ഒഴുകുമേ നിത പമ പദപ പെണ്ണില പദപ ദാനിരി സസരി നിസ പാലരുവി ഒഴുകുമീ വെണ്ണില പാലരുവി നിത പമ പാദനി പദാനിരി സസരി നിസ. ഒരു നിമിഷം കൊണ്ടൊരു ഗരിസനിസ ഗരിസനി സരി ഗരിസനി കൊണ്ടൊരു ഒരു നിമിഷം ഗരിസനിസ ഗരിസനി കൊണ്ടൊരു സസരി സനിധനി സസരി സനിധ പദനി യമുനയാക്കോ സസരി സനിധ പദനി സസരി സനിധ പദനി യമുനയാക്കോ ഗരി സനി സരി ഗരി സനി സസരി സനിധ പദനി
ഒരു നിമിഷം കൊണ്ടൊരു യമുനയാക്കൂ. അപ്പൊ രണ്ടുപേരും ഞാൻ ചേർത്ത് വായിക്കാം. ഒഴുകുമി തൊട്ട് 1 ഒന്നുകൂടെ വായിക്കാം. പ്രേമോദയങ്ങളിൽ ദാ പദനിസ സനിനിദ പപമ. പ്രേമോദയങ്ങളിൽ ദാ പദനിസ സനിനിദ പപമ. മെയ്യോടു ചേർക്കുമൊരു പാമപദശനി മെയ്യോടു നിദദ പപ മമഗ ചേർക്കുമൊരു നിദദ പപ മമഗ. പാമപദശനി നിദദ പപ മമഗ മെയ്യോടു ചേർക്കുമൊരു. പ്രേമോദയങ്ങളിൽ മെയ്യോടു ചേർക്കുമൊരു ദാ പദനിസ സനിനിദ പപമ പദനി നിദദ പപ മമഗ. ഗാനഗന്ധർവനാക്കു ഗമാന്ന് വരും. ഫ്ലൂട്ടിൽ കട്ടാവും, എന്നാലും ഗമാന്ന് ഗമാന്ന പറഞ്ഞത്. ഗമാ ഗമാം വസമാമ ഗാനഗന്ധർവനാക്കു. എന്നെ നിൻ പമഗമപ പമഗമപ എന്നെ നിൻ എന്നെ നിൻ ഗാനഗന്ധർവനാക്കു. പനിപസാനി പഗാരിനി സാസ പനിപസാനി പഗാരിനി സാസ പനിപസാനി പഗാരിനി സാസ ഗാനഗന്ധർവനാക്കു. അപ്പൊ പ്രേമോദയ അവിടെ നിന്നിട്ട് വായിക്കാം. ഒന്നുകൂടി. ഇത് ഞാൻ ചേർത്ത് വായിക്കാം. ഒഴുകുമി അനുപല്ലി ഫുള്ളായിട്ട് വായിക്കാം. ഓരോ 2 ലൈൻസും 2 പ്രാവശ്യം വെച്ച് വരും. 1 2
അവിടെ ലിങ്ക് വരും, സ പ നി സ ഗ എന്നൊരു ലിങ്ക് വരും അതിൻ്റെ എൻഡിൽ, പാട്ടിൻ്റെ എൻഡിൽ വരും. അത് തന്നെയാണ് പിന്നെ പല്ലവി വീണ്ടും വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പല്ലവി, ഒരു പല്ലവി ഫുള്ളായിട്ട് വരും. ഇങ്ങനെ ഒരു പല്ലവി വരും. അത് കഴിഞ്ഞാൽ വീണ്ടും സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട്, അതായത് ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെ വായിച്ചിട്ട് പിന്നെ അതിൻ്റെ ചരണം അനുപല്ലവി തന്നെ വരും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പല്ലവി ഒരു പല്ലവി വരും. അതാണ് ഈ പാട്ടിൻ്റെ പൂർണ്ണരൂപം. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് മറ്റുള്ള കൂട്ടുകാരിലേക്കും എത്തിക്കണം എന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഇതിൽ മനസ്സിലാവാത്ത എന്തെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ എന്നെ താഴെ കാണുന്ന നമ്പറിൽ 9447200365 എന്ന നമ്പറിലേക്ക് വിളിച്ച് സംശയങ്ങൾ തീർത്തരുന്നതാണ്. പിന്നെ ഫുൾ സോങ് പഠിപ്പിക്കണമെങ്കിൽ അതും പഠിപ്പിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണരൂപമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും വീണ്ടും നമസ്കാരം. താങ്ക് യു.